ഈ വോട്ടർ ഐ ഡിയിൽ ഭയങ്കര മാനിപ്പുലേഷനാണ് നടന്നിരിക്കുന്നത്. 4 ലക്ഷം ആൾക്കാരെ ഈ സക്കീർ നായിക്ക് പറഞ്ഞിട്ട് 4 ലക്ഷം ആൾക്കാരെ ഹിജറ പ്രകാരം ബംഗ്ലാദേശിൽ നിന്നും റോഹിംഗ്യയിൽ നിന്നും ബംഗാളിൽ നിന്നും എല്ലാം കൊണ്ടുവന്ന് കേരളത്തിൽ എടുപ്പിച്ചിരിക്കുകയാണ്, വോട്ടെടുപ്പിച്ചിരിക്കുകയാണ് 4 ലക്ഷം പേരെ. എൽ ഡി എഫും യു ഡി എഫും ആയിട്ടുള്ള വോട്ട് വ്യത്യാസം വെറും 1 ലക്ഷം വോട്ടേ ഉള്ളൂ എന്ന് ഓർക്കണം. അന്നേരം ഈ 4 ലക്ഷം എന്ന് പറയുന്ന ഒരു വലിയ നമ്പറാണ്. എന്ന് മാത്രമല്ല, ഈ പുറത്ത് ജോലിയുള്ള അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ഗൾഫിലും ഒക്കെ ജോലിയുള്ള ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും വോട്ട് ഫുള്ള് ഇല്ലാണ്ടാക്കി. അതുപോലെ കർണാടകത്തിലും തമിഴ്നാട്ടിലും ഇന്ത്യയുടെ മറ്റ് 27 സ്റ്റേറ്റിൽ പോയ മുഴുവൻ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെ വോട്ട് ഇല്ലാണ്ടാക്കി. അപ്പം ഏകദേശം മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 40 ലക്ഷത്തോളം വോട്ട് ഇത് ചെയ്തിരിക്കുകയാണ്, റിമൂവ് ചെയ്തിരിക്കുകയാണ് കേരളത്തിൽ നിന്ന് പല കാലഘട്ടങ്ങളിലായിട്ട്. അതിന് പകരമായിട്ട് അത്രയും ജിഹാദി വോട്ട് ഇവിടെ ചേർത്തിരിക്കുകയും കൂടിയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വോട്ടേഴ്സ് ലിസ്റ്റ്, പുതിയ വോട്ടേഴ്സ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പം 50% വോട്ട് ജിഹാദികൾക്കായിരിക്കും. അത് കൃത്യമായിട്ട് ഈ സക്കീർ നായിക്കിൻ്റെ ഇതിൽ കൃത്യമായിട്ട് അവരത് പറയുന്നുണ്ട്. അപ്പം ഈ ഹിജറ പ്രകാരം കേരളത്തിലോട്ട് വന്നവരെ ഇമ്മീഡിയറ്റ് ആയിട്ട് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മൾ ഈ 1ഉം 2ഉം വോട്ട് വാർഡിൽ ചേർത്തു എന്നൊക്കെ പറയുന്നതൊന്നും ഒരു പ്രയോജനം ഇല്ലാണ്ടാവും. കളം മൊത്തം മാറിപ്പോയി. കാരണം ഈ വാസുരേന്ദ്ര ബാബുവും സുനിതാ ദേവദാസും ഇവരെല്ലാവരും കൂടി ഇരുന്ന് എൽ ഡി എഫിനും യു ഡി എഫിനും വേണ്ടി നടത്തുന്ന സ്വതന്ത്ര കേരളം എന്ന് പറയുന്ന പ്രചാരവേല എന്ന് പറയുന്നത് ചുമ്മാ തമാശ പറയുന്നതോ ഒന്നുമല്ല. അതൊരു വലിയ പ്ലാനിങ്ങിൻ്റെ ഭാഗമാണ്. അപ്പോൾ ബി ജെ പിയുടെ സ്റ്റേറ്റ് നേതൃത്വവും സെൻട്രൽ നേതൃത്വവും CAA-NRC ഇംപ്ലിമെൻറ്റ് ചെയ്ത് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും കേരളത്തിലുള്ള ഫോറിനേഴ്സിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് റിമൂവ് ചെയ്യണം. അതുപോലെ കേരളത്തിൽ നിന്ന് പുറത്ത് ജോലിക്ക് പോയവരുടെ വോട്ട് കംപ്ലീറ്റ് തിരിച്ചു ചേർക്കണം. ശരിക്കും വോട്ട് അങ്ങനെ റിമൂവ് ചെയ്യാൻ പാടില്ല, വിശദീകരണം ചോദിച്ചിട്ടൊക്കെ പറ്റത്തുള്ളൂ. പക്ഷേ ഇതൊന്നും ഇല്ലാണ്ട് ചുമ്മാ ഈ CITU-കാരിരിക്കുന്ന എംപ്ലോയീസ്, LD എഫിലും UD എഫിലും പെട്ടുന്ന യൂണിയൻകാർ, തഹസീൽദാർ തുടങ്ങി ഇങ്ങോട്ടുള്ളവന്മാർ കംപ്ലീറ്റ് കുത്തിയിരുന്ന് ഇത് റിമൂവ് ചെയ്യുകയാണ്. റിമൂവ് ചെയ്തിട്ട് ഇവന്മാരെ കയറ്റി ഇരുത്തുകയാണ് അതിന് പകരം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വാർഡിൽ 1500 വോട്ടുണ്ടെങ്കിൽ ഇപ്പോഴും 1500 ഉള്ളൂ, ആരും സംശയം തോന്നുന്നില്ല. പക്ഷേ അതിൽ 500 വോട്ട് ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും മാറ്റിയിട്ട് 500 ജിഹാദി അവിടെ കയറ്റി, ഫോറിൻ ജിഹാദി അവിടെ കയറ്റി എന്നുള്ളതാണ് കള്ളത്തരം. മാത്രമല്ല ഇവർ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്, ഈ പുറത്തുനിന്ന് വന്നിരിക്കുന്ന ആൾക്കാർ ഇവിടെ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ആധാർ ബംഗാളിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ബീഹാറിൽ നിന്നും ഒക്കെ ഉള്ളതാണ്. ഈ ആധാറും വോട്ടേഴ്സ് ID അവിടുത്തെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഈ ട്രാൻസ്ഫർ കംപ്ലീറ്റ് തെറ്റാണ്. കാരണം അങ്ങനെ അവിടുന്ന് കൊണ്ടുവന്ന ഡോക്യുമെൻ്റ് തന്നെ ബോഗസാണ്. ഇനി അതിൻ്റെ അപ്പുറത്ത് ഇവരെ ആദ്യം കൊണ്ടുവന്ന് ചേർക്കുന്നത് ഈ മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിലാണ് ഇവരെ ബിൽഡിംഗ് നമ്പർ കാണിച്ച് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് പിന്നീട് അവരെ കോട്ടയം, പത്തനംതിട്ട, കൊല്ലം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് മലബാറിൽ നിന്ന് കയറ്റി അയക്കുകയാണ്, മാറ്റി സ്ഥാപിക്കുകയാണ്, വീട് മാറിയെന്നും പറഞ്ഞ് വേറെ മണ്ഡലത്തിൽ കൊണ്ടുപോയി വോട്ട് ചേർക്കുകയാണ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് അവർ ചെയ്തു കഴിഞ്ഞു. കഴിഞ്ഞ 30 വർഷം കൊണ്ട് അവർ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഇത് കംപ്ലീറ്റ് അന്വേഷണം നടത്തണം, NIA-ക്ക് വിടണം, CAA പ്രകാരം ഈ വോട്ടേഴ്സ് ലിസ്റ്റ് ഇലക്ഷൻ കമ്മീഷൻ ശുദ്ധീകരിക്കണം. പക്ഷേ ഇത് പറയാനുള്ള ധൈര്യമൊന്നും കേരളത്തിലെ BJP നേതാക്കന്മാർക്കില്ല. നമ്മുടെ ബഹുമാനായ രാജഗോപാൽജി ഇന്നലെ കാണിച്ച പോലത്തെ പരിപാടികളൊക്കെ ആയിരിക്കും മിക്കവാറും ഈ വോട്ടേഴ്സ് ലിസ്റ്റിൻ്റെ കാര്യത്തിലും കേരളത്തിലെ BJP നേതൃത്വം കാണിക്കാൻ പോകുന്നത്. അവിടെയല്ല ഇവിടെയല്ല, സമാധാനം സമദൂരം എന്നൊക്കെ പറഞ്ഞ് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് ഇക്കാര്യത്തിലെങ്കിലും നടപടി എടുത്താൽ കേരളത്തെ ചിലപ്പോൾ രക്ഷിക്കും.